ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഡിസംബറിലെ ക്രിസ്മസിൻ്റെ നാളിൽ ലോകം മുഴുവൻ, ലോകജനത മൊത്തം ഒന്നായിട്ട് ആചരിക്കുന്ന ഒരു ദിനമാണ് ക്രിസ്തുമസ്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്മസ് സുദിനത്തിൽ മാലാഖമാർ സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് ശുഭ്രവസ്ത്രധാരികളായ കൊച്ചു മാലാഖമാർ ദൈവദൂതനോടൊന്നിച്ച് ആലപിച്ച ആദ്യത്തെ ക്രിസ്മസ് മധുരഗാനമാണ് ഇത്. ആ മധുരഗാനം ആദ്യം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചത് സാധാരണക്കാരായ ആട്ടിടയന്മാർക്കായിരുന്നു. പുരോഹിതന്മാർക്കോ രാജാക്കന്മാർക്കോ വിദ്വാൻമാർക്കോ ആയിരുന്നില്ല. ശുദ്ധമുള്ള സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അതിനു മുന്നമായിട്ട് ക്രിസ്മസിൻ്റെ ആഹ്വാനം ലഭിച്ചത് വഴിയമ്പലക്കാരനായിരുന്നു എന്ന് വിശുദ്ധ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്മസിൻ്റെ രാത്രിയിൽ ജോസഫും മറിയാമും ക്ഷീണിതരായി ഒരു ദിവസത്തെ വിശ്രമത്തിനായിട്ട്, രാത്രി വിശ്രമത്തിനായിട്ട് വഴിയമ്പലക്കാരൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. എന്നാൽ ആ വഴിയമ്പലക്കാരന് ഈ പാവപ്പെട്ട സഞ്ചാരികളുടെ അപേക്ഷ കേൾക്കാതെ അവരെ നിരാശപ്പെടുത്തി പറഞ്ഞയക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. മനോഹരമായ സ്വർഗീയ ഗാനങ്ങളിലൂടെയോ ദിവ്യ ദർശനങ്ങളിലൂടെയോ ആയിരുന്നില്ല ആ വഴിയമ്പലക്കാരന് ആദ്യത്തെ ക്രിസ്മസിൻ്റെ ആഹ്വാനം ലഭിച്ചത്. എന്നാൽ ഇന്ന് ദേവാലയങ്ങളിൽ നിന്ന് മനോഹരമായ ഗാനങ്ങളും മനോഹരമായ പ്രോഗ്രാമുകളുമെല്ലാം ക്രമീകരിച്ച് ക്രിസ്മസിൻ്റെ ആഹ്വാനത്തെക്കുറിച്ച് ക്രിസ്മസ് വളരെ ഭംഗിയായ രീതിയിൽ ആഘോഷിക്കുന്നു. ക്രിസ്മസ് ദിനത്തിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു, സമ്മാനങ്ങൾ പങ്കുവയ്ക്കുന്നു, ആശംസ കാർഡുകൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെ വിവിധതരമായ പരിപാടികളെല്ലാം നടത്തി ക്രിസ്മസ് നാം എല്ലാവരും ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ നാം ചിന്തിക്കേണ്ടത് ആ വഴിയമ്പലക്കാരൻ്റെ പ്രതീകമാണോ അതോ ആട്ടിടയന്മാരുടെ പ്രതീകമാണോ നമ്മൾ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ള ആട്ടിടയന്മാർ ദൈവപുത്രനെ കണ്ടുവെങ്കിൽ ദൈവപുത്രനെ കാണുവാൻ ദൈവം നമ്മുടെ ഹൃദയത്തെയും ശുദ്ധിയുള്ളതാക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അപ്രകാരം പ്രഥമ കരോൾഗാനം, മാലാഖമാരുടെ മധുരമായ ഗാനം ശ്രവിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ദൈവത്തിരുനാമം മാത്രം.